അവർ ഹജ്ജ് ചെയ്തിട്ടുണ്ട്, എല്ലാ പരിപാടിയുണ്ട്. പക്ഷെ വലാകിൻ ഇദാ അറദ ലഹും ശൈഉം മിനദ് ദുനിയാ വസബു അലൈഹാ, ഭൗതിക ലോകത്തിന്റെ ആഡംബരങ്ങളും ആസ്വാദനങ്ങളും അവരിലേക്ക് കടന്നു വന്നാൽ അവർ ആസ്വാദനങ്ങളുടെ പിറകെ കുതിച്ചു പായുന്നവരാ, ചാടുന്നവരാ. അത്തരത്തിലുള്ള ആളുകൾക്ക് നരകമുണ്ടാകും. സയ്യിദുനാ റസൂലുള്ളാഹി അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹുവേ ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ അല്ലാഹ്, നീ കാത്തിരക്ഷിക്കണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം ചരിത്രത്തിൽ വലിയ സ്ഥാനം നേടിയ വ്യക്തിയല്ലയോ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം മൂസാ ബിറജുലിൻ, ഒരു മനുഷ്യന്റെ അരികിലൂടെ നടന്നു പോയാണ്. വഹുവ യബ്കി വയദഉ ലില്ലാഹ്, പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ച റബ്ബിലേക്ക് അല്ലാഹുവിലേക്ക് ദുആ ചെയ്യുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. പാപം പുറത്തു കിട്ടാൻ അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. മൂസാ നബി അലൈഹിസ്സലാം അരികിലൂടെ നടന്നു പോകുമ്പോൾ കാണുന്നത് ഇവരിങ്ങനെ കരഞ്ഞു ദ്വാരക്ക, പൊട്ടിക്കരഞ്ഞിട്ട് അല്ലാഹുവിനോട് ദ്വാരക്ക. അല്ലാഹുമ്മ ഗഫിർലി, അല്ലാഹുമ്മ ഗഫിർലി, അല്ലാഹുമ്മ ഗഫിർലി, അല്ലാഹുമ്മ ഗഫിർലി, അല്ലാഹുവിന്റെ പാപം പുറത്തു തരണേ അല്ലാഹ്. പൊട്ടിക്കരഞ്ഞു ദ്വാരക്ക, മരുഭൂമിയിൽ നിന്ന് ഒരു വൈരത്ത് ദ്വാരക്ക. മൂസാ നബി അങ്ങ് പോയി. കുറെ കഴിഞ്ഞ് യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഈ മനുഷ്യൻ ദ്വാരക്ക, അല്ലാഹ് എന്റെ പാപങ്ങൾ ഒരുപാടാണ് റബ്ബേ, എനിക്ക് നീ പുറത്തു താ അല്ലാഹ്. എന്റെ പാപങ്ങൾ നീ പുറത്തു തന്നില്ല എങ്കിൽ മറ്റാരുമില്ല റബ്ബേ, എനിക്ക് പുറത്തു തരാനെന്ന് പറഞ്ഞ് പടച്ച റബ്ബിലേക്ക് ദുആ ചെയ്തു. സുബ്ഹാനല്ലാഹ്. ഈസാ നബി അലൈഹിസ്സലാം അതിനെ സഹിക്കാൻ, ബഹുമാനപ്പെട്ട മൂസാ നബിക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. മൂസാ നബി അവിടെ നിന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ വിഷയത്തിൽ അല്ലാഹുവിനോട് ഇടപെട്ടു. പടച്ച റബ്ബിലേക്ക് ദുആയിലേക്ക് കൈ ഉയർത്തി അദ്ദേഹത്തിന് വേണ്ടി. പടച്ച റബ്ബേ, അബ്ദുക യബ്കി മിൻ മഖാഫതി, അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാഹു അബ്ദുക യബ്കി മിൻ മഖാഫതി, അല്ലാഹുവേ നിന്നെ പേടിച്ചിട്ട് നിന്റെ അടിമയാ കരയുകയാണ് റബ്ബേ, പൊട്ടിക്കരയുകയാണ്. അതുകൊണ്ട് നീ അവനൊന്ന് പുറത്തു കൊടുക്ക്, ഫഗ്ഫിർ ലഹു യാ അല്ലാഹ്, അവനെ നീ പുറത്തു കൊടുക്ക് എന്ന് ബഹുമാനപ്പെട്ട മൂസാ നബി ദുആ ചെയ്യുന്നപ്പോൾ ഫഔഹല്ലാഹു ഇലാ മൂസാ, മൂസാ നബിക്ക് അല്ലാഹു ഉത്ബോധനം നടത്താൻ പഠിച്ചു വെച്ചു. അല്ലാഹു മൂസാ നബിയോട് ഉടനെ പറഞ്ഞു, യബ്ന ഇമ്രാൻ ലൗ സാലതി മഅഹു മഅദുഇ ഐനൈഹി ورفع يديه حتى يسكت لما غفر له അല്ലയോ ഇമ്രാന്റെ മകനെ മൂസാ നബിയേ, മൂസാ നബിയേ, യബ്ന ഇമ്രാൻ, ഇമ്രാന്റെ മകനെ, ലൗ സാലത് മഅഹു മഅദുഇ ഐനൈഹി, ബഹുമാനപ്പെട്ട മൂസാ നബിയേ, മൂസാ നബിയേ, ആ കരഞ്ഞതാകുന്ന മനുഷ്യനല്ലയോ, അവൻ കരഞ്ഞ് അവന്റെ കണ്ണ് നീരുണങ്ങി പറ്റി. ആ കണ്ണ് നീരുണങ്ങിയതാകുന്ന ചാലിലൂടെ അവന്റെ തലച്ചോറ് പുറത്തേക്ക് വന്നൊഴുകിയാലും അവന്റെ പാപം ഞാൻ പുറത്തു കൊടുക്കില്ല മൂസാ, ലിഅന്നഹു യുഹിബ്ബു ദുനിയാ, കാരണം അവൻ ഭൗതിക ലോകത്തെ ഇഷ്ടപ്പെടുന്നവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് ഉത്ബോധനം നടത്തിയെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി പഠിച്ചു വെക്കേണ്ട പാഠമാണ്. ഭൗതിക ലോകത്തോട് താല്പര്യം വെക്കുന്ന മനുഷ്യ, എന്റെ ഭർത്താവ് എനിക്കൊന്നും നൽകിയില്ല എന്ന് പറയുന്ന പെങ്ങളെ, ഭാര്യമാരെ, തൗബ ചെയ്യണേ. നിന്റെ ഭർത്താവ് അറബിയുടെ ചാട്ടവാറുടെ കൊണ്ട് മരുഭൂമിയിൽ പൊരുവയിലത്ത് കഷ്ടപ്പെട്ട് നിനക്ക് വേണ്ടി രാപകലില്ലാതെ അധ്വാനിക്കുന്നത് എന്തുകൊണ്ട് നീ ശ്രദ്ധിക്കുന്നില്ല പെങ്ങളെ? തൗബ ചെയ്യണേ.
രാവിലെ തന്നെ ഭർത്താവ് ഇറങ്ങുകയാണ്, വൈകുന്നേരം ഭർത്താവ് കഷ്ടപ്പെടുകയാണ്, കടയിൽ പോയി പ്രയാസപ്പെടുന്നവൻ, തൊഴിലഭ്യസിക്കുന്ന പാവപ്പെട്ടവൻ, എത്രയോ പാവപ്പെട്ട സഹോദരങ്ങളുണ്ട്. ഓട്ടോ ഓടിച്ചുകൊണ്ട് കൂലി തൊഴിലാളികളാകുന്ന പാവപ്പെട്ടവർ ഇതാ കുടുംബ ജീവിതം നയിക്കുമ്പോ എന്റെ ഭർത്താവിന്റെ ഒന്നും തന്നെ നൽകിയില്ല, എന്റെ കാര്യങ്ങൾ നോക്കിയില്ല എന്ന് പറയുന്ന പെങ്ങളെ, അല്ലാഹുവിന്റെ ദർബാറിനെ, പടച്ചറപ്പിന്റെ കോടതിയെ പേടിക്കണേ. ഭൗതിക ലോകത്തോടുള്ള അമിതമാകുന്ന താല്പര്യം പാടില്ല, പാടില്ല. അവൻ നാളെ ആഖിറത്തിലും ഈ ദുനിയാവിലും രക്ഷപ്പെടുകയില്ല. ആഖിറവും നഷ്ടം, ദുനിയാവും നഷ്ടം. അമിത താല്പര്യം അല്ലാഹു നമ്മളെ കാക്കട്ടെ. രണ്ടും വേണ്ടെന്നല്ല, രണ്ടും വേണം. ഭൗതിക ലോകം ഇല്ലാതെ ആഖിറ ഇല്ല. അതുകൊണ്ടല്ലേ നബി തങ്ങൾ പഠിപ്പിച്ചത് എന്ത്? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ദുനിയാവിലും ഞങ്ങൾക്ക് നന്മ നൽകണേ അല്ലാഹ്, ആഖിറത്തിലും നന്മ നൽകണേ അല്ലാഹ്. വഖിനാ അദാബന്നാർ. നരകീയ ശിക്ഷയെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്, നീ കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. ദുനിയാവും വേണം, ആഖിറവും വേണം, നരകത്തെ തൊട്ട് കാവലും വേണം. അത് നമ്മുടെ പോളിസിയാണ്. പക്ഷെ ഭൗതിക ലോകത്തിന്മേൽ ആസ്വദിക്കാൻ പാടില്ല. അത് തന്നെ ജീവിതം, അതിന്റെ പുറകെ കൂടുക, അത് പാടില്ല, അത് പാടില്ല. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. സ്ത്രീകൾ കൊണ്ടൊരു സ്വഭാവം, ഭർത്താവിനെ എങ്ങനെ നിർബന്ധിക്കാൻ, ഭർത്താവിനെ നിർബന്ധിക്കുന്നു, അത് വേണം, ഇത് വേണം, അയാളെ നോക്കി, ഇയാളെ നോക്കുന്നില്ല, അയൽവാസികളെ നോക്കി, കൂട്ടുകാരെ നോക്കി. നിങ്ങൾ എത്ര നാളായി ഗൾഫിൽ പോയി കഷ്ടപ്പെടുന്നത്? നിങ്ങളെക്കാൾ ശേഷം ഗൾഫിൽ പോയതാകുന്നതാ 2 കൊല്ലം കൊണ്ട് പോയിട്ട് വന്നവൻ എന്താ ഇവിടെ വീട് വെച്ചത് കണ്ടില്ലേ എന്ന് പറഞ്ഞ് ഭാര്യ എങ്ങനെ ചൂടാക്കുക? അല്ലെ, നിങ്ങൾക്കൊന്ന് ഗൾഫിൽ പോയി കൂടെ? ഭർത്താവിനോട് പറയാൻ, ഭർത്താവ് ഇവിടെ റാഹത്തായിട്ട് ഓട്ടോറിക്ഷ ഓടിച്ച് അന്നൊന്ന് ഒരു 600 വെച്ച് കാര്യങ്ങൾ സലാമത്താക്കി പോകുന്നുണ്ട്. എന്താണ് നീ ജോലിയായോണ്ട് പറയാ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നല്ല വലിയ നമ്മൾ അധ്വാനിക്കട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്താണ് ബർക്കത്ത് വേണ്ടേ? ആരും ആമീൻ പറയാത്ത? നമ്മുടെ തൊഴിലിൽ അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. ഏത് ജോലിയാണെങ്കിലും ആ ജോലിയിൽ നമ്മളൊരു സന്തോഷം കണ്ടെത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ ഉള്ള ശമ്പളം കൊണ്ട് പാവപ്പെട്ടവൻ ജീവിതം കഴിക്കും. അവനോട് പറയാ, ഇതൊക്കെ നിർത്ത്. ഇല്ല, അവനെ കണ്ടില്ല, ഷുക്കൂറിനെ കണ്ടില്ല, റഫീഖിനെ കണ്ടില്ല, അവനെ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരെല്ലാം കൂടെ വലിച്ചിങ്ങനെ കാണിച്ചു. എന്നിട്ടെന്തിനാ? അവൻ പോയി സമ്പാദിച്ചതുപോലെ നീ സമ്പാദിച്ചുകൊണ്ടു. അവൻകൂടെ വീട് വെക്കാം, കാറുണ്ട് അദ്ദേഹത്തിന്, ബൈക്കുണ്ട് അദ്ദേഹത്തിന്. കുറഞ്ഞ നാളെ ഗൾഫിൽ പോയിട്ടുള്ളൂ, 4-5 കൊല്ലം. ഇക്കൊക്കെ എത്ര വർഷം, 20 വർഷമായിട്ട് ഈ കടയിട്ടിട്ടിരിക്കുകയാണ്. ഇതൊക്കെ വല്ല പ്രയോജനമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉപദേശിക്കുക. എന്നിട്ട് പാവപ്പെട്ടവൻ കടയെല്ലാം അടച്ച്, പലചരക്ക് കടയൊക്കെ അടച്ചിട്ട് പിന്നെ എന്ത് ഒന്ന് ഗൾഫിലേക്ക് പോയേക്കാന്ന് കരുതി ഗൾഫിലേക്ക് പോയി നല്ല ക്ലച്ച് പിടിക്കും. കാരണം അവിടെ എന്ത് ചെയ്യണം? എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ അല്ലാതൊക്കെ എടുക്കണം. ശമ്പളം കൊണ്ട് പിടിച്ചിരിക്കാൻ വലിയ പ്രയാസം. ഹലാലായത് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ഒരുമിച്ച് കൂട്ടാൻ എന്തെങ്കിലല്ലേ കാര്യമുള്ളൂ. നമ്മൾ അതിനു വേണ്ടിയല്ലേ ജീവിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 1 രൂപ ഹറാം നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവരായിരുന്നാലും. എങ്കിൽ നിന്റെ നോമ്പ് കൊണ്ടൊരു ഫായിദയില്ല, ഈ റമളാൻ കൊണ്ട് നിനക്കൊരു പ്രയോജനമില്ല. കാരണം നമ്മൾ കഴിക്കുന്നതും നമ്മുടെ വസ്ത്രവും നമ്മുടെ ചെരുപ്പും നമ്മുടെ സർവ്വതും ഹറാമായതാണ് എങ്കിൽ, ഹറാമായ ധനം കൊണ്ടാണ് എങ്കിൽ, പിന്നെ എങ്ങനെ അല്ലാഹു നമുക്ക് ഉത്തരം ചെയ്യും? നമ്മുടെ ദുആഇന് എങ്ങനെ ഉത്തരം കിട്ടും? ഈ സമുദായത്തിൽ 95% ആളുകളും വളരെ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. ചിലപ്പോ ജീവിതത്തിലൊക്കെ അങ്ങനെ റാഹത്തായി പോകുന്നുണ്ടോ, പക്ഷെ ശ്രദ്ധ ഈ വിഷയത്തിലില്ല. സമ്പത്ത് ഹലാൽ ഒരുമിച്ച് കൂട്ടണമെന്നുള്ള ശ്രദ്ധ 95% ആളുകൾക്കും ഇല്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. പൈസ കിട്ടിയാൽ മതി, എവിടെന്നെങ്കിലും കിട്ടിയാൽ മതി. അത് കഴിഞ്ഞ് ഇവിടെ അങ്ങോട്ട് പോവാണ്. അപ്പോൾ അവിടെ ഒരു 100 നമ്മുടെ പരിപാടി കേട്ടതൊക്കെ ഒരു വഴി കൂടെ.
ഞാൻ പറഞ്ഞത് അത് വരാൻ പാടില്ല. എന്നിട്ട് നാളെ ഇത് കൊണ്ടുപോയിട്ട് ഫൈസലിന്റെ തട്ടുകടയിൽ പോയിട്ട് ഒരു കിഴി പൊറോട്ട. ഇതാണ് നമ്മുടെ അല്ലേ? ഇപ്പൊ കിഴി പൊറോട്ട ഇറങ്ങിയിരിക്കല്ലേ? അമ്പലമുക്കിൽ ഒരു കുടുംബക്കാരൻ അവിടെ ഉണ്ടല്ലോ, ഫൈസലിന്റെ തട്ടുകട. പോയ കഴിച്ചായിരുന്നു? സിനിമയ്ക്ക് പോയാ? കിഴി പൊറോട്ട നല്ല ഭക്ഷണം. കാരണം പൊറോട്ട എല്ലാവരും കഴിക്കാറില്ല, പക്ഷെ ഇതെല്ലാവരും കഴിക്കാൻ വേണ്ടി പേടിയാണ് ചെറുപ്പക്കാർ. ഭയങ്കര ഞാനിതിങ്ങനെ ഫേസ്ബുക്കിൽ കണ്ടുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഉറമ്പ് വരെ പോയി. അപ്പോൾ പോയപ്പോൾ എന്താ, പണ്ട് എന്നോട് സ്കൂളിൽ പഠിച്ചു വരുത്താനാണ് ഫൈസൽ എന്ന് പറയുന്നവനാണ്. ഇതായിക്കോട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ എല്ലാവരുടെയും കച്ചവടത്തിൽ അള്ളാഹു ബർക്കത്ത്. അതൊക്കെ നല്ലൊരു ട്രെൻഡാണ്, അങ്ങനെ വേണം. കച്ചവടം മൈൻഡാണ് അതൊക്കെ. സംഭവമൊന്നുമില്ല, പൊറോട്ട ഇച്ചിരി ഇറച്ചിക്കറിയാണ്. പക്ഷെ എന്താണ് അത് ഒരു ലെയറായിട്ട് ഒരു പൊറോട്ട ഇട്ട് അല്പം കറി ഒഴിച്ച്, പിന്നെ അടുത്തൊരു പൊറോട്ട വെച്ച്, പിന്നെ കുറച്ച് കറി ഒഴിച്ച്, പിന്നെ ഒരു മൂന്നാമത്തെ പൊറോട്ട വെച്ച്, വീണ്ടും കുറച്ച് ഇറച്ചിക്കറി ഒഴിച്ച്, അത് നല്ലൊരു വാഴയിലക്കകത്ത് പൊതിഞ്ഞ് വാഴയിലയുടെ ഒരു നീരുകൊണ്ട് കെട്ടി അപ്പച്ചമ്പിൽ വെച്ചിട്ട് നല്ല ആവി കൊടുക്കുക. അപ്പൊ ഇതിങ്ങനെ നല്ല ഇതൊന്ന് തുറക്കുമ്പോൾ നല്ലൊരു ആവിയും പ്രത്യേക അനുഭവം. സംഭവമൊന്നുമില്ല, പക്ഷെ 90 രൂപ സംഭവം ഈടാക്കുന്നു. ചെറിയൊരു ലാഭം അതിലൂടെ. അതൊക്കെ നല്ലൊരു മൈൻഡാണ്, നല്ല റാഹത്താണ്, നല്ലൊരു കച്ചവട മൈൻഡാണ്. ഇപ്പൊ നാളെ എല്ലാവരും അങ്ങോട്ട് അല്ലാഹു കബൂലാക്കട്ടെ. അല്ല, നല്ല ചിന്താഗതിയാണ്, അങ്ങനെ വേണം. നമ്മുടെ മക്കൾക്കൊക്കെ അങ്ങനെ വേണം. അങ്ങനത്തെ ഒരു മൈൻഡാണ്. അല്ലാഹു ഒരു ബർക്കത്ത് നൽകട്ടെ. നല്ലതാണ് കച്ചവടമൊക്കെ, അങ്ങനെ വേണം. കച്ചവടം ചെയ്യണമല്ലോ. കച്ചവടത്തിൽ തങ്ങൾ പറഞ്ഞത് നല്ല സത്യസന്ധനായ കച്ചവടക്കാരൻ അൻബിയാ മുർസലീങ്ങളോടൊപ്പമാണ് സ്വർഗ്ഗത്തിലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതേ നബി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, വൈലുൽ ലിത്താജിരി ബിലാ വല്ലാഹി വലാ വല്ലാഹ്. അല്ലാഹുവിനെ തന്നെയാണ് സത്യം. മുസ്ലിയാരെ ഇത് സൂപ്പർ സാധനമാണ്, സഹോദര ഇത് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കച്ചവടം ചെയ്യുന്നവരെ ആ സാധനം ആ ക്വാളിറ്റിയിലല്ല എങ്കിൽ നിങ്ങൾക്ക് നാശമാണ് എന്നും സയ്യിദുനാ റസൂലുള്ളാഹി രണ്ടും പഠിപ്പിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ കച്ചവടം ചെയ്താൽ സ്വർഗ്ഗം, മോശമായ രീതിയിലാണ് നരകം. അല്ലാഹു അതിലൂടെ സ്വർഗവും കരഗതമാക്കാം, നരകവും കരഗതമാക്കാം. കച്ചവടത്തിലൂടെ രണ്ടും കിട്ടും. അല്ലാഹു സ്വർഗം കരഗതമാക്കുന്നവരും നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മൾ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ചുരുക്കത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഹലാലല്ലാത്ത നമ്മുടെ ജീവിതത്തിൽ ഒരുമിച്ച് കൂട്ടല്ലേ. ഒരു കാര്യത്തിനും ഹലാലല്ലാത്തത് കൊണ്ട് നിന്റെ ജീവിതത്തിൽ നീ ഏതൊക്കെ നന്മ ചെയ്താലും അല്ലാഹു കബൂലാക്കൂല. അത് ഹജ്ജായാൽ ചില ആളുകളുണ്ട് പണയത്തിന്റെ പൈസ കേട്ട് ഉംറയ്ക്ക് പോകുന്നവർ. അതിനെ കൊണ്ട് ഇപ്പൊ അതൊക്കെ ഒരു ഫാഷനായി മാറി. റമദാൻ ഒരു ഉംറ പാക്കേജ്. ഞാൻ റമദാൻ ഉണ്ടാവൂല കേട്ടോ, ക്ലാസ്സൊക്കെ 4 അറ്റൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അവർക്ക് സ്വർണ്ണം ഉണ്ടായിരുന്നു, പണയം വെച്ച് പ്രായത്തായിട്ട് ഒരു ഉംറയ്ക്ക് അതാ പരിപാടി. അതൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. ഹജ്ജ് ചെയ്യുന്ന ഒരാളുകളുണ്ട് ഹറാമായ പൈസ കൊണ്ട്. ശ്രദ്ധിക്കണേ. 3 കൂട്ടരുടെ വിളി കൊണ്ട് കണ്ടാണ് പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി മനുഷ്യൻ യാത്ര ചെയ്യാറുള്ളത്. ഒന്ന്, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിളി കേട്ടുകൊണ്ട് പരിശുദ്ധമായ കഅബയിലേക്ക് പ്രയാണം നടത്തുന്നവർ. അവർ വീട്ടിൽ നിന്ന് പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി ഇടത് കാല് വെച്ചുകൊണ്ട് യാത്ര പുറപ്പെടുമ്പോൾ തന്നെ ആകാശലോകത്ത് നിന്ന് മലക്ക് വിളിച്ചു പറയുകയാണ്. എങ്ങനെ പുറപ്പെടുന്ന പറഞ്ഞത്? ഇടത് കാല്. ഹജ്ജിനല്ല, ലോകത്ത് എന്ത് പരിപാടിക്ക് നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഏത് കാലം വെക്കേണ്ടത്? ഏത് കാലാണ്? ഇടത് കാല്. മിക്ക ആളുകൾക്കറിയില്ല. അതിന് ഞാൻ ആ വരിയിൽ അങ്ങ് ഉൾപ്പെടുത്തി പോയത്. ഹജ്ജെന്നല്ല, ലോകത്ത് ഏതൊക്കെ കാര്യത്തിന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ടോ, പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്നത് പോലെയാണ് ഇടത് കാല് വെച്ചിട്ട് വേണം പുറത്തിറങ്ങാൻ. ഓ, ഇത് പുതിയ പരിപാടിയാണ്, ഇന്ത്യക്കാർക്ക് വിവരമൊന്നും ഇല്ല നിങ്ങൾ കരുതണ്ട. വലതുകാലം വെച്ച് ഇറങ്ങുന്നതാണെന്ന് പറഞ്ഞവനാണ് വിവരമില്ലാത്തത്. ഞാൻ നബി തങ്ങൾ പറഞ്ഞ ഹദീസ് വെച്ചിട്ട്. കാരണം വീട്ടിനുള്ളിലേക്കും പള്ളിക്കുള്ളിലേക്കുമാണ് വലത് കാല്, വീട്ടിന് പുറത്തും പള്ളിക്ക് പുറത്തും ഇടത് കാല്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. എത്രത്തോളം ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു വ്യക്തി അവന്റെ ഇടതുകാലാണ് ആദ്യം വെക്കേണ്ടത്. പക്ഷെ ചെരുപ്പ് ധരിക്കുമ്പോൾ ഏതാണ് ആദ്യം ധരിക്കേണ്ടത്? വലത് കാല്. അതിന് പണ്ഡിതന്മാര് പറഞ്ഞു, ഇടത് കാല് കൊണ്ട് അവൻ ചെരുപ്പിന്റെ പുറത്തേക്ക് അവൻ കാല് വെച്ച് ഇറങ്ങി നിൽക്കട്ടെ.
എന്നിട്ട് അവൻ എന്ത് ചെയ്യണം? പിന്നെ വലത് കാലിലെ ചെരുപ്പ് ആദ്യം ഒക്കെ പണ്ഡിതന്മാര് സൂഫിയാക്കളൊക്കെ വ്യക്തമാക്കി. ഒക്കെ സുന്നത്താണ്, റസൂലുള്ളാഹിന്റെ സുന്നത്ത്. നമ്മളതൊന്നും ശ്രദ്ധിക്കാറില്ല. ചെരുപ്പ് ഇട്ടായിട്ട് ഒരാൾ ഇറങ്ങി വന്നിട്ട് അങ്ങനെ നിൽക്കാൻ അരമണിക്കൂറായിട്ട് നമ്മൾ ഇറങ്ങി വന്നപ്പോൾ ചോദിച്ചു, എന്താണ് എന്റെ ചെരുപ്പാരോ കട്ടോട്ടോ ചോദിച്ചാൽ ഞാൻ ഇനി ഏത് ഇടും എന്നുള്ള ചോദ്യത്തിൽ അങ്ങനെയുണ്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ ഇടത് കാലാണ്, പക്ഷെ ചെരുപ്പ് ഏത് കാലം കൊണ്ട് ഇടണം? വലത് കാലം. അപ്പൊ ഇറങ്ങിയാൽ ഉടനെ നേരെ അങ്ങോട്ട് വലത് കാലം വെച്ച് ചെരുപ്പിടാൻ പറ്റൂല. അതിന് പറയുന്നു പണ്ഡിതന്മാരെന്ന് പറഞ്ഞു, ഇറങ്ങുന്ന സമയത്ത് ഇടത് കാലം കൊണ്ട് ഇറങ്ങി ചെരുപ്പിന്റെ പുറത്ത് നിൽക്കുക, മണ്ണിലോട്ട് നിൽക്കുക. എന്നിട്ട് വലത് കാലം കൊണ്ട് ബിസ്മി ചൊല്ലിയിട്ട് അവന്റെ ചെരുപ്പ്. അല്ലാഹു മനസ്സിലാക്കി അമൽ ചെയ്യാൻ നോക്കിയിരിക്കുന്നു. ഇത് പള്ളിയില്, വീട്ടിലും അതേപോലെ തന്നെ. വീട് അഭയ കേന്ദ്രമാണ്, വലത് കാലം. വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോ ഇടത് കാലം. ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇതൊക്കെ സ്ത്രീകൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണം, പെണ്ണുങ്ങൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണം. ഈ സദസ്സിൽ വന്നിട്ടില്ല എങ്കിൽ അവരെ നമ്മൾ അറിയിച്ചു കൊടുക്കണം. സ്ത്രീകൾക്കൊക്കെയാണ് ഈ വിഷയത്തിൽ ഭയങ്കര ഒന്നുമില്ല, ഭയങ്കര ഇഷ്കാല, ഒരു സംശയം ഭയങ്കര. ഒന്നുകൂടി വേറെ ഉസ്താദിനോട് ചോദിക്കണം, ഒരാളോട് നിങ്ങൾ ചോദിക്കണ്ട, ഒറ്റ പറച്ചിലോ. ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ട്, ഒരു മസാല ഒരു മുസ്ലിയാർ പറഞ്ഞാൽ പോലെ. ഒരാൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഉസ്താദേ അതെ ഇത് ഇരിക്കുമ്പോഴത്തേക്കും വാപ്പാടെ അനിയന്റെ ഭാര്യയെ കാണാൻ പറ്റും. കളി കഴിഞ്ഞ അപ്പൊ ഞാൻ പറഞ്ഞു പറ്റൂല. വാപ്പാടെ അനിയന്റെ ഭാര്യ അല്ലേ തന്നെ എനിക്ക് കാണാൻ പറ്റൂല. അപ്പൊ ഞങ്ങള് കാണുന്നില്ല, ഹറാമില്ല. ഉമ്മാടെ അനിയത്തെ കാണാൻ പറ്റും, വാപ്പാടെ അനിയന്റെ ഭാര്യ പറ്റൂല. അപ്പൊ ഇരിക്കാണ്, അവര് ഇരിക്കാണ്. അഥവാ കൊച്ചാപ്പ മരണപ്പെട്ടു പോയി, എന്നിട്ട് ഇരിക്കണം, അപ്പൊ കാണാൻ പറ്റും. ഒരുപാട് പേര് മസാലകൾ ഇങ്ങനെ ചോദിക്കാം, നല്ലതാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അറിയാത്തത് ചോദിക്കണമല്ലോ. അപ്പൊ അയാൾ പറയാണ്, ഞാനിപ്പോ 11ാമത്തെ ഒരു മുസ്ലിയാരോട് ചോദിച്ചത്, 11ാമത്തെ മുസ്ലിയാരാ നിങ്ങൾ? ഞാൻ പറഞ്ഞ ഹയവാൻ അനക്ക് ഇത് തന്നെയാണ്. ഓരോ മുസ്ലിയാരോട് ചോദിക്കുക, എന്നിട്ട് ഇവരുടെയൊക്കെ മസാല തമ്മിൽ താരതമ്യ പഠനം നടത്തുന്നത്. അതൊക്കെ ഇന്ന് സമൂഹത്തിലുണ്ട്, കുറെ കുരുത്തം കേട്ടോമാർ ഇങ്ങനത്തെ പറയണ്ടേ, ലൈവിലൂടെ തന്നെ. അതായത് ഒരു മസാല തന്നെ 50 പേരോട് ചോദിക്കും, എന്നിട്ട് ഇവരൊക്കെ പറയുന്നത് തെറ്റാണെങ്കിൽ ഇവിടുന്ന് മുസ്ലിയാർ അടുത്തടുത്ത് നിങ്ങൾ പറഞ്ഞ പോലെ മുസ്ലിയാർ പറഞ്ഞത്, ഉമ്മൻ ഉസ്താദ് പറഞ്ഞത് ഇങ്ങനെയാ മസാല. എന്നിട്ട് അവിടുന്ന് തുടങ്ങി അടുത്തടുത്തിട്ടു. ഇതാണ് കുരുത്തക്കേട്. അതായത് ഈ മസാലകൾ തമ്മിൽ എന്തെങ്കിലും, എന്നിട്ട് എന്നോട് തന്നെ പറഞ്ഞു, വേറെ പള്ളിയിലെ ഉസ്താദ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഞാൻ ചോദിച്ചു, നിങ്ങൾ അവരോട് ചോദിച്ചോ? ഞാനിത് 11ാമത്തെ പ്രാവശ്യം ഉസ്താദിനോട് ചോദിക്കുന്നു, ഇതിനു മുമ്പ് 10 പേരോട് ചോദിച്ചായിരുന്നു. ഇങ്ങനത്തെ ചില ആളുകൾ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. മസാല അറിയണമെന്നുള്ള ഉദ്ദേശത്തിനാണോ എങ്കിൽ ഒറ്റ പ്രാവശ്യം പഠിച്ചാൽ മതി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നല്ല ആലിമീങ്ങളോട് ചോദിച്ചു പഠിച്ചു. നമ്മുടെ നാട്ടിൽ നല്ല ആലിമീങ്ങൾ തന്നെയാണ് എല്ലാവരും. അല്ലാഹു അവർക്കൊക്കെ നാഫിയ ഇൽമി എത്തി നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ഏതായിരുന്നാലും അതിന് നിങ്ങൾ സംശയിക്കണ്ട, ഇടത് കാല് വെച്ച് ഇറങ്ങിയ. പക്ഷെ ഇയാള് ഇബ്രാഹിം നബിയുടെ വിളി കേട്ടിട്ടുണ്ട് എങ്കിൽ തങ്ങളെ പറയുകയാണ്, ആകാശ ലോകത്ത് നിന്ന് മലക്കിറങ്ങിക്കൊണ്ട് വിളിച്ചു പറയുമത്രേ, ലബ്ബൈക വസഅദൈക ലബ്ബൈക വസഅദൈക, നിങ്ങൾ വിജയിച്ചോ, നിങ്ങൾക്കിതാ രണ്ടുത്തരം നൽകുകയാണ്. നിങ്ങൾക്ക് ഉത്തരമാണ്, വിജയമാണ്. എന്തുകൊണ്ടെന്നറിയുമോ? ഹജ്ജുക മഖ്ബൂൽ, നിങ്ങളുടെ ഹജ്ജ് സ്വീകരിക്കപ്പെട്ടിരിക്കുകയാണ്, സാദുക ഹലാൽ വമത്അമുക ഹലാൽ വമശ്റബുക ഹലാൽ വമൽബസുക ഹലാൽ. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടേയുള്ളൂ, ഹജ്ജ് ചെയ്തിട്ടില്ല, പരിശുദ്ധമായ കഅബ കണ്ടിട്ടില്ല, എയർപോർട്ടിലേക്ക് എത്തിയിട്ടില്ല, ഇഹ്റാം കെട്ടിക്കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതേയുള്ളൂ. അപ്പോൾ തന്നെ മലക്ക് വന്നുകൊണ്ട് ആകാശ ലോകത്ത് നിന്ന് വിളിച്ചു പറയുകയാണ്, ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി നിന്ന് അവനോടായി വിളിച്ചു പറയുകയാണ്, സോദരാ, നിന്റെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചു
സ്വീകരിച്ചിരിക്കുകയാണ്. കാരണം നിന്റെ ഭക്ഷണം ഹലാലാണ്, നിന്റെ കുടിനീര് ഹലാലാണ്, നിന്റെ വസ്ത്രം ഹലാലാണ്, നിന്റെ പാനീയം ഹലാലാണ്, നിന്റെ ചെരുപ്പ് ഹലാലാണ്, നിന്റെ വസ്ത്രം ഹലാലാ, നിന്റെ ജീവിതം തന്നെ ഹലാലാണ്. ഹലാലാണ് സാദുക ഹലാൽ വമത്അമുക ഹലാൽ വമശ്റബുക ഹലാൽ വമൽബസുക ഹലാൽ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചു എന്ന് ആ മലക്ക് വിളിച്ച് പറയുമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. എന്നാൽ ചില ആളുകളുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഇബ്ലീസിന്റെ വിളി കേട്ടുകൊണ്ട് ഹജ്ജിന് വേണ്ടി പോകുന്നവരുണ്ട്. അവർ ഈ ദുനിയാവിൽ പലിശയുടെ ഇടപാടാണ്, പലിശയുമായി ബന്ധപ്പെട്ട ജീവിതമാണ്. സ്വർണം പണയം വെച്ചിട്ട് ആ പണയ വസ്തുവുമായി യാത്ര ചെയ്യുന്നവരെ, ആ തുകയുമായി ഹജ്ജിന് വേണ്ടി യാത്ര തിരിക്കുന്ന ഉമ്മമാരെ, ഉംറയ്ക്ക് വേണ്ടി യാത്ര തിരിക്കുന്നതായ ചെറുപ്പക്കാരി, പഠിച്ചു വെക്കണേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒന്നാം ആകാശത്തേക്ക് മലക്കിറങ്ങി വന്നുകൊണ്ട് വിളിച്ചു പറയുകയാ, ലാ ലബ്ബൈക വലാ സഅദൈക, നിങ്ങൾക്ക് വിജയമില്ല, രക്ഷയില്ല. കാരണം എന്തെന്നറിയുമോ? ഹജ്ജുക മർദൂദ് വഉംറതുക ലാ മഖ്ബൂൽ. നിങ്ങളുടെ ഹജ്ജ് സ്വീകാര്യമല്ല, നിങ്ങളുടെ ഉംറ അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. സാദുക ഹറാം വമത്അമുക ഹറാം വമൽബസുക ഹറാം വമശ്റബുക ഹറാം. നിങ്ങളുടെ ഭക്ഷണം മുഴുവനും ഹറാമാണ്, നിങ്ങളുടെ വസ്ത്രം മുഴുവനും ഹറാമാണ്, നിങ്ങളുടെ കുടിനീരും ഹറാമാണ്, നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവൻ നിഖില മേഖലകളിലും ഒരുമിച്ച് കൂട്ടിയത് ഹറാമാണ്. മോശപ്പെട്ട ജീവിതം നയിക്കുന്ന ചെറുപ്പക്കാരാ, മോശമായ ശൈലിയിൽ പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കുന്ന സഹോദരാ, ബാങ്കിലുള്ള ഇൻട്രസ്റ്റ് മുഖേന ഉംറ നിർവഹിക്കാൻ കരുതുന്ന ഉമ്മ, പഠിച്ചു വെക്കേണ്ട പാഠമാണ്. ഉംറയും ഖബൂലല്ല, പരിശുദ്ധമായ ഹജ്ജും ഖബൂലല്ല. അല്ലാഹു സ്വീകരിക്കില്ല. എന്തുകൊണ്ട്? ഹറാമു കൊണ്ടാണ് നിങ്ങൾ ഉംറ നിർവഹിച്ചത്, ഹറാമു കൊണ്ടാണ് ഹജ്ജ് ചെയ്തത്. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് നല്ല ഫുലൂസ് വരട്ടെ. പഴയ പള്ളികൾ നിങ്ങൾ എടുത്തു നോക്ക്, അതിലൊക്കെ നിസ്കരിച്ചാൽ തന്നെ റാഹത്താണ്. കാര്യം കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷം. എന്താ കാര്യം? പൈസ റാഹത്താണ്. ഇന്നിപ്പോ പള്ളിയൊക്കെ മൊഴി പിടിപ്പിക്കുന്നു, പൈസ എവിടുന്ന? അല്ലാഹു അലം. പൈസ നാട്ടിലെ ഏറ്റവും പലിശയായിട്ട് ബന്ധമുള്ള ഹാജിയാരാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പൈസ കിട്ടുമ്പോൾ തന്നാ മതി, കടം കൊടുത്തി ലക്ഷക്കണക്കിന് രൂപ, 10 ലക്ഷം വേണം, റെഡി ക്യാഷ്. പിന്നെ നിങ്ങൾ കമ്മിറ്റിക്കാർ പിന്നെ പിരിച്ചിട്ട് തന്നാ മതി. ഇതേതാ ഈ പൈസ? ഈ പെയിന്റ് അടിക്കുന്ന ഇതൊക്കെ ഏതാ പൈസ? മൊത്തം പലിശയുടെ വേണോ? പിന്നെ തന്നാ മതി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. 1 രൂപ നിങ്ങൾ ചെലവഴിക്കരുതേ, ഹറാമായ രീതിയിൽ നിങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല. പിന്നെ എന്ത് ചെയ്യണം ഉസ്താദേ? പലിശയുടെ പൈസ. ചിലർക്കൊരു സംശയം, പലിശയുടെ പൈസ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ബാങ്കിൽ എപ്പോഴും ഏത് ബാങ്കാണെങ്കിലും ചിലപ്പോൾ പലിശ വരാൻ ചാൻസ് ഉണ്ടല്ലോ. കുറച്ച് പൈസ ഇങ്ങനെ പലിശ വരും. അത് എന്ത് ചെയ്യും? അത് പൊതു കക്കൂസ് പണിയാന്നുള്ളതാണ് പണ്ഡിതന്മാർ പറഞ്ഞു. പൊതുവായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പൊ നമ്മുടെ പൊതുവായ വഴികൾ, അവിടെ ഒരു വെറ്റിലടിച്ചു കൊടുക്കണം, മണ്ണടിച്ചു കൊടുക്കണം, അവിടെ ലൈറ്റ് ഇട്ട് കൊടുക്കണം, അല്ല അവിടെ ടാർ ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ പൊതുവായിട്ട് കക്കൂസ് പണിയുന്നതിൽ, പൊതുവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കാം. പണ്ഡിതന്മാർ അത് വെറുതെ കളയണ്ട, അങ്ങനെ ഉപയോഗിക്കാം. കാരണം നീ അത് ഉപയോഗിച്ചില്ലെങ്കിൽ വേറെ ആരെങ്കിലും വേറെ രീതിക്ക് ഉപയോഗിക്കും. അതുകൊണ്ട് നീ അതെന്ത് ചെയ്തോ? അങ്ങനെ കൊടുത്തു. ചില ആളുകളുണ്ട് ഈ പൈസ എടുത്തിട്ട് ഭയങ്കര സംഭവമായിട്ട് ഒരു രസീതിൽ എഴുതിക്കൊണ്ട് വരും. എന്നിട്ട് നേരെ പള്ളി കൊണ്ടുവന്നിട്ട് എന്റെ വക 1 ലക്ഷം രൂപ. സംഭവം ഏതാ പൈസ? ആചാരുടെ പലിശയുടെ പൈസ. അല്ലാഹു കൊടുത്തേക്കല്ലേ. അത് നിനക്ക് എവിടെയും കൊടുക്കാൻ പറ്റൂല, ഒരു ക്രെഡിറ്റ് കൊടുക്കാൻ പറ്റൂല. കാരണം ആ പൈസ ഈ ഒഴിവാക്കലിലൂടെ നിനക്ക് റാഹത്തൊന്നുള്ളൂ. ഈ പറഞ്ഞ മേഖലകൾ ഒഴിവാക്കുക, പൊതുവായ കക്കൂസ്, പൊതുവായ വഴികൾക്ക് വേണ്ടി ഒഴിവാക്കലിലൂടെ നിനക്ക് റാഹത്ത്. അതിന് കൂലിയൊന്നുമില്ല. ഞാനാണ് ലൈറ്റ് ഇട്ട് തന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പേരൊന്നും അവിടെ ബോർഡ് എഴുതി വെച്ചേക്കും. അജയർ അതിന് നിൽക്കണ്ട, അല്ലാഹു ആക്കട്ടെ. അതിന് വേറെ ഫുലൂസ് വരും, അതറക്കൂല. പലിശയുടെ പൈസയായിട്ട് ഇങ്ങനെ നടക്കുക. മദ്രസയ്ക്ക് 2 ബെഞ്ച് വാങ്ങിച്ചു തരാം. വേണ്ട, വളരെ ശ്രദ്ധിച്ചോ. അല്ലാഹു നമ്മളെ കാക്കട്ടെ.
അതിലിരുന്ന് പഠിച്ചാൽ മക്കൾക്ക് റാഹത്തുണ്ടാവില്ല, മൂലക്കുരു വരും, പിള്ളേർക്ക് ഇൽമുണ്ടാവില്ല. ഇതൊക്കെയാണ് ഇൽമിന്റെ പ്രശ്നം. പഠിച്ചു വെച്ചോ, ശരിക്കും മനസ്സിലായിക്കോ. പൈസ ഇന്ന് പലിശയുമായി ബന്ധപ്പെട്ട പൈസ ഇല്ലാത്തവരാരാണ്? അല്ലാഹു നമ്മളെ കാക്കട്ടെ. നബിതങ്ങൾ പറഞ്ഞു അവസാന കാലഘട്ടം എത്തുമ്പോ അതിന്റെ പുകയെങ്കിലും അടിക്കാത്ത ഒരൊറ്റ ഒരാളും ഉണ്ടാവുകയില്ല. സയ്യിദുനാ റസൂലുള്ളാഹി. ശരിയല്ലേ നബിതങ്ങൾ പറഞ്ഞത്? നബിതങ്ങൾ പറഞ്ഞത് ശരിയല്ലേ? ആരാണ് ഇന്ന് പലിശയുമായി ബന്ധപ്പെടാത്ത ജീവിതം നയിക്കുന്നത്? ഒക്കെ പലിശയുമായി ബന്ധപ്പെട്ട ജീവിതമല്ലേ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, ആകിലു റിബാ വമുകിലുഹു വകാതിബുഹു വശാഹിദുഹു കുല്ലുഹും ഫിന്നാർ. പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കുന്നവർ, പലിശ തിന്നുന്നവർ, അത് തീറ്റിക്കുന്നവർ, അതിനു വേണ്ടി എഴുതാൻ നിൽക്കുന്നവർ, ആ പലിശയുമായി ബന്ധപ്പെട്ട് സാക്ഷികളായി നിൽക്കുന്നവർ, കുല്ലുഹും ഫിന്നാർ, സർവരും നരകത്തിലാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഒക്കെ നരകത്തിന്റെ കവാടം തുറക്കുന്ന പണിയാണ്. പലിശയുമായി ബന്ധപ്പെട്ടവർ, അത് എഴുതാൻ നിൽക്കുന്നവർ എന്ന് പറഞ്ഞാൽ ബാങ്കുമായി ബന്ധപ്പെട്ട ജോലി നിൽക്കുന്നവർ, നാളെ മാറാം മറ്റന്നാൾ മാറാന്നൊക്കെ പറഞ്ഞു നിൽക്കും. നല്ല ശമ്പളമുണ്ട്, കുഴപ്പമൊന്നുമില്ല, വേണ്ട അത് ഒഴിവായിക്കോ, ഗുണമില്ല, അത് ഒഴിവായിക്കോ. പലിശയുമായി ബന്ധപ്പെട്ട പരിപാടികളാണ്. ആ എഴുത്തും കുത്തുമൊക്കെ നടത്തലൊന്നും ഇത്ര റാഹത്തല്ല. അതിന് സാക്ഷി നിൽക്കുക. കുല്ലുഹും ഫിന്നാർ, സർവരും നരകത്തിന്റെ കവാടം തുറന്നിരിക്കുന്നു. നരകത്തിലേക്കാണ് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. സത്യത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർന്ന് നോക്കിയിട്ടൊന്ന് ചിന്തിക്കൽ, നമുക്കൊന്ന് ഇനി ഒന്ന് മാറി ചിന്തിക്കണ്ടേ, നമുക്കൊന്ന് നന്നാവണ്ടേ സഹോദരങ്ങളെ. സമ്പത്തിന്റെ വിഷയത്തിൽ ഒരു സൂക്ഷ്മത വെക്കണ്ടേ, നമുക്കൊന്ന് സാലിഹായ ജീവിതം നയിക്കണ്ടേ, നാളെ ആഖിറത്തിൽ നമുക്ക് രക്ഷപ്പെടണ്ടേ, സ്വർഗ്ഗത്തിൽ നമുക്ക് വസിക്കണ്ടേ. ഈ ദുനിയാവിനോടുള്ള ഭ്രമം നമുക്കൊന്ന് കുറച്ചു കൊണ്ടുവരണ്ടേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൗതിക ലോകത്തോടുള്ള വിരക്തിയെ കുറിച്ച് സ്വഹാബത്തിന് പറഞ്ഞ് അവസാന സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഒരു കൂട്ടം ആളുകൾ ലക്ഷ്യം വെച്ചു അവരുടെ വരി ഉടച്ചു കളയാൻ, അഥവാ വികാരം ഉടച്ചു കളയാൻ, വൃഷ്ണങ്ങൾ ഉടയ്ക്കുക, മൃഗത്തിനുടയ്ക്കുന്നത് പോലെ വൃഷ്ണം ഉടച്ചു കളയാൻ. സഹാബത്തിലെ ചില ആളുകൾ അങ്ങനെ ചിന്തിച്ചു പോയി. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞു. നബി തങ്ങൾ അവരെ വിളിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ ചെയ്യരുതേ, ഞാൻ രാത്രിയിൽ ഉറങ്ങുകയും ചെയ്യും, രാത്രിയിൽ നിസ്കരിക്കുകയും ചെയ്യും. നബി തങ്ങൾ അവർക്ക് കൊടുത്ത വാക്കാണ്. പറഞ്ഞാൽ മനുഷ്യനൊരു സ്വന്തം ശരീരത്തോട് ഹക്കുണ്ട്. രാത്രിയിൽ അവൻ ഉറങ്ങണം, ഉറക്കം ഒളിച്ച് ഫുള്ളായിട്ട് ഇബാദത്ത് എടുക്കാൻ അല്ലാഹുവും റസൂലും പറയുന്നില്ല. ചില ആളുകൾ അങ്ങനെയുണ്ട്, നന്നാവണമെന്ന് ലക്ഷ്യം വെച്ച് സൂഫി സരണയിലേക്ക് പോകാൻ വേണ്ടി അവൻ 24 മണിക്കൂർ അല്ലാഹ് എന്ന് ലയിച്ചുകൊണ്ട് എപ്പോഴും ഇബാദത്തിലായി കഴിയും. അത് വേണ്ട. രാത്രിയിൽ അല്പസമയം നീ ഒന്ന് ഉറക്കമുളയ്ക്കും, അല്പസമയം നീ ഉറക്കമുളച്ചിട്ട് അല്ലാഹുവിന് വേണ്ടി ഇബാദത്തെടുക്കുക, തഹജ്ജുദ് നമസ്കരിക്കുന്ന ഡെയിലി. അത് നിനക്ക് ഉണർവേഗം, കൂടുതൽ ഉന്മേഷമാകും. റമളാൻ വരുമ്പോൾ തറാവീഹ് നമസ്കരിക്കുന്നതിലേക്ക്. എന്നിട്ട് നീ ഒരല്പം 1/3 ഭാഗം നീ ഉറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ എന്റെ രാത്രിയെ 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. 1/3 എന്റെ കുടുംബത്തിന് വേണ്ടി, 1/3 അല്ലാഹുവിന് വേണ്ടി, 1/3 എന്റെ ശരീരത്തിന് വേണ്ടി, ഉറക്കത്തിന് വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ്.